ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ഇന്ന് നമ്മളൊരു ടീസർ റിയാക്ട് ചെയ്യുകയാണ്. രാഘവ ലോറൻസ് അഭിനയിച്ചത് ബുള്ളറ്റ് എന്ന തമിഴ് ഫിലിം. സിനിമയുടെ ഡയറക്ടർ ഇന്നസി പാണ്ഡ്യൻ. പുള്ളിയുടെ ഡെബ്യൂട്ടൻ ഫിലിമായിരുന്നു ഡയറി കണ്ടവർക്കറിയാം, തമിഴ് ഫിലിം. അരുൾനിധിയൊക്കെ അഭിനയിച്ച. അപ്പൊ ആ പുള്ളിയുടെ സിനിമയാണ്. അപ്പോ എന്തെങ്കിലും കാണും. അപ്പൊ നമുക്ക് ടീസർ റിയാക്ട് ചെയ്യാം. ബാ. நம்ம லைஃப்ல இப்போ நடக்கிற ஒவ்வொரு விபரீதமான சம்பவங்களும் எப்பவோ எங்கேயோ நிச்சயமா இதுக்கு முன்னாடி நடந்திருக்கும். சின்ன வயசுல இருந்தே நான் ஆசைப்பட்ட எதுவுமே எனக்கு கிடைச்சது. நான் இழக்க விரும்பல. சில அறிய அறிவியலுக்கு நீர்ம சக்திகள் நமக்கு தேவைப்படுது. ത്രില്ലർ ജോണർ തന്നെയാണ് ആ പടം. കണ്ടാലേ Mind മനസ്സിലാവും. is more powerful than the universe. அது கூட மோதி இங்க ஜெயிச்சவனே கிடையாது. From the director of Diary, Lawrence. Lawrence's same സാധനം. வாழ்க்கையில சில அறிவுகளுக்கான விட கிடைக்கவே கிடைக்காது. சரி, அதை கடந்து போலான்னு பார்த்தாலும் அது நம்மளை விட ஒரே மிஸ்ட்ரியா இருக்குல்ல. ബുള്ളറ്റ് പ്രേതം. ഇന്നസി പാണ്ഡ്യൻ. അറൈവിംഗ് സൂൺ. ആക്ച്വലി ഡയറി കണ്ടവർക്കറിയാം പുള്ളിയുടെ ഡയറക്ഷൻ. ഇപ്പോ സംതിങ് ഈ സിനിമയിലും ഉണ്ടാവുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആൻഡ് രാഘവ ലോറൻസ് ഒക്കെ ആസ് യൂഷ്വൽ തന്നെയാണ്. പുള്ളിയുടെ ഒരു സിനിമ ഉണ്ട്, ശിവലിംഗ. ആ സെയിം ഗെറ്റപ്പ്, ആ പോലീസ് ഗെറ്റപ്പ്, അങ്ങനെ ആദ്യം തന്നെയാണ് ഇതിലും കാണുന്നത്. പിന്നെ പുള്ളിയുടെ അനിയനാണ് എൽവിൻ ലോറൻസ്. അപ്പോ മെനിയോന് ഡെബ്യൂട്ട് ആയിരിക്കണം. ആൻഡ് സാംസിയസ് മ്യൂസിക് നന്നായിട്ടുണ്ട്. പുള്ളി ഒരു അണ്ടർ റേറ്റഡ് മ്യൂസിക് ഡയറക്ടറാണ്. ഒരുപാട് സിനിമകളൊക്കെ കിട്ടേണ്ട ആളാണ്. പക്ഷെ എന്നിട്ടും ഈ എന്താ പറയുക, റേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കഴിവുള്ളവർക്കൊന്നും മ്യൂസിക് ചാൻസ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. സോ സെയിം ടീം, സെയിം ടീം തന്നെയാണ് ഈ സിനിമയും കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് കണ്ടു നോക്കാം. മിക്കവാറും ഇതൊരു മിസ്റ്ററി സിനിമ ആയിരിക്കും, ത്രില്ലർ ആയിരിക്കും. ബുള്ളറ്റിലെ പ്രേതം.